നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ പകൽ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിക്കാൻ ശ്രമമുണ്ടായി. അതോടൊപ്പം തന്നെ കാസർഗോഡ് മറ്റൊരു വാർത്ത, കാസർഗോഡ് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരു മന്ത്രവാദി അറസ്റ്റിലായിട്ടുണ്ട്. ഇതോടൊപ്പം കോഴിക്കോട് മദ്രസ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമുണ്ടായി. ആലപ്പുഴയിലെ 18-കാരിയെ അയൽവാസി തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസും ഉൾപ്പെടെ നിരവധി വാർത്തകളാണ് ഈ പകൽ കേരളം കേട്ടത്. സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത് യുവ ഡോക്ടർ നൽകിയ ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ച വാർത്തയാണ്. വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിന് തെളിവുകളുണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിൻ്റെയും തെളിവുണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ജൂലൈ 31-നാണ് യുവ ഡോക്ടർ നൽകിയ പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. യുവതിയുടെ പരാതി ശരിവെക്കുന്നതാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമിയും, ഈ യുവ ഡോക്ടർക്ക് പിന്നാലെ മറ്റ് 2 കേസുകൾ കൂടി വേടനെതിരെ നിലവിലുണ്ട്. അതിൽ അതിവേഗത്തിലാണ് യുവ ഡോക്ടറുടെ പരാതിയിൽ പോലീസിൻ്റെ അന്വേഷണം, പിന്നീട് അറസ്റ്റ്, ഒടുവിൽ കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുന്നത്. വേടൻ അതിനുശേഷം പറഞ്ഞ് തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ, തൻ്റെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് യുവതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്ന് അത്ര പല രീതിയിലുള്ള വാദഗതികളും വേടൻ ഉന്നയിച്ചതാണ്. പക്ഷേ കുറ്റപത്രത്തിൽ ഈ യുവതി നൽകിയ പരാതി ശരിവെക്കുന്നതാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ. എന്തൊക്കെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പോലീസ്? ടോമി, യുവതി തുടക്കം മുതൽ തന്നെ ഈ പരാതിയിലടക്കം പറയുന്നത് വേടൻ ഈ ആദ്യം സൗഹൃദമായിരുന്നു ഇവർ തമ്മിൽ. പിന്നീട് ഫ്ളാറ്റിലേക്ക്, കൊച്ചിയിലെ ഫ്ളാറ്റിലേക്കും കോഴിക്കോട് വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി പലതവണ പീഡിപ്പിച്ചു. 5-ലധികം തവണ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു. പിന്നീട് വിവാഹ വാഗ്ദാനം നൽകിയാണ് തന്നെ പീഡിപ്പിച്ചത്. പെട്ടെന്ന് ഈ ഒരു ബന്ധത്തിൽ നിന്നും വേടൻ പിന്മാറുകയും അത് തനിക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അതിനുശേഷം അതിന്റെ ചികിത്സയൊക്കെ കഴിഞ്ഞു. പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനിടയിലാണ് വേടനെതിരെ പരാതി നൽകണമെന്ന് തോന്നുകയും ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് തുടർ നീക്കങ്ങൾ എന്നോണം പോലീസിന്റെ സഹായമൊക്കെ പെൺകുട്ടി തേടുകയും ഒക്കെ ചെയ്തത്. ഇതിന്റെ വാട്സ്ആപ്പ് ചാറ്റുകൾ, ഇവർ തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു. അതിന്റെ തെളിവുകളടക്കം അന്ന് തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ പെൺകുട്ടി ഹാജരാക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിലാണ് വേടൻ കോടതിയെ സമീപിച്ചത്. മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചു. കുറച്ചുനാൾ വേടൻ ഒളിവിലായിരുന്നു. കോടതി 3 തവണയാണ് ഈ ഹർജി പരിഗണിച്ചത്. ആ പരിഗണിക്കുന്ന വേളയിലെല്ലാം തന്നെ വേടൻ ആവർത്തിച്ചു പറഞ്ഞത് താനും പെൺകുട്ടിയും തമ്മിലുള്ളത് ഉഭയസമ്മത പ്രകാരമുള്ളൊരു ബന്ധമാണ്. അത് പിന്നീട് തനിക്ക് ചില പ്രശ്നങ്ങളുണ്ടായി. ഈ യുവതിയിൽ നിന്നും അമിതമായി യുവതി ഓവർ പൊസസീവ് ആണെന്ന് തോന്നുകയും പിന്നീട് തനിക്ക് ആ ബന്ധം തുടരുവാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ആ ബന്ധത്തിൽ നിന്നും ഒഴിവായതെന്നാണ് വേടൻ പറഞ്ഞത്. കോടതിയടക്കം ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം എങ്ങനെയാണ് കുറ്റകരമാകുന്നത്, ബലാത്സംഗമാകുന്നത് എന്ന ചോദ്യം പലതവണ ആവർത്തിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് വേടന് മുൻകൂർ ജാമ്യം നൽകിയത്. ഒപ്പം അന്വേഷണ സംഘത്തോട് സഹകരിക്കണമെന്ന നിർദ്ദേശം കൂടി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ഈ മാസം തന്നെ 2 തവണയാണ് വേടൻ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. 2 ദിവസവും വിശദമായി ചോദ്യം ചെയ്ത് 2ാമത്തെ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തി മുൻകൂർ ജാമ്യമുള്ളതിനാൽ വിട്ടയച്ചു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം വിട്ടയച്ചു. ആ മൊഴി നൽകുന്ന സമയത്ത് പോലും വേടൻ ആവർത്തിച്ചത് തങ്ങൾ ഒന്നിച്ച്, അതായത് ഞങ്ങൾക്ക് 2 പേർക്കും ഈ ബന്ധത്തിനോട് സമ്മതമായിരുന്നു. പിന്നീടുണ്ടായ ചില പൊട്ടിത്തെറികളാണ് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ കാരണമെന്നാണ് വേടൻ ആവർത്തിച്ച് പറഞ്ഞത്. ഇക്കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി പഠിച്ച് ഈ തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷമാണ് ഇന്നലെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. ഇതിൽ പറയുന്നത് വേടൻ ഈ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തി. ഇതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകളും അന്വേഷണ സംഘത്തിന് ശേഖരിക്കുവാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇന്നലെയായിരുന്നു കഞ്ചാവ് കേസിൽ വേടനെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. അതിലും പറയുന്നുണ്ട് വേടൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണെന്ന് കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് കുറ്റപത്രത്തിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 കേസുകളിലാണ് വേടനെതിരെ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇനിയും കേസുണ്ട്, ഒരു പുലിപ്പല്ലി കേസുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ഗവേഷക വിദ്യാർത്ഥി നൽകിയ പീഡന പരാതിയിലും കുറ്റപത്രം സമർപ്പിക്കേണ്ട
അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയും സെൻട്രൽ സ്റ്റേഷനിൽ വേടൻ ഹാജരായി 1 ദിവസം ചോദ്യം ചെയ്ത് വിട്ടയച്ചു. യുവതിയുടെ പരാതിക്കാരി വിദേശത്തായതിനാൽ അവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം വേടന്റെയും യുവതിയുടെയും മൊഴികൾ പരിശോധിച്ച് ആവശ്യമെങ്കിൽ വേടനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുവാനാണ് സെൻട്രൽ പോലീസിന്റെ തീരുമാനം. എന്നാൽ ഇപ്പോൾ യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് വേടൻ കുറ്റക്കാരനാണ് എന്ന് വേടനെതിരെ പരമാവധി തെളിവുകൾ കണ്ടെത്തിയാണ് ഈ 2 കേസുകളിലും, ലഹരി കേസിലും അതോടൊപ്പം യുവ ഡോക്ടർക്കെതിരായ ബലാത്സംഗ കേസിലും, യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്യുന്ന കേസിലും പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു യുവതി, നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ ഗവേഷക വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചത് കേസിലുള്ള പോലീസിന്റെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? ആ വിഷയത്തിൽ ഗവേഷക വിദ്യാർത്ഥി വിദേശത്താണ്. അവരിപ്പോഴും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഈ കുട്ടിയുടെ പഠനത്തിന്റെ ഭാഗമായി അങ്ങനെയാണ് ഈ വേടനുമായി പരിചയപ്പെടുന്നത്. വേടനോട് ഒരു പ്രബന്ധവുമായി ബന്ധപ്പെട്ട് വേടനെ പരിചയപ്പെടുകയും പിന്നീട് വേടന്റെ ഫ്ളാറ്റിലേക്ക് അടക്കം ഈ പെൺകുട്ടിയെ ക്ഷണിക്കുകയുമായിരുന്നു. അവിടെ വെച്ചാണ് വേടന്റെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായത്. ലൈംഗിക അതിക്രമം ഉണ്ടായി, ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു എന്ന പരാതിയാണ് പെൺകുട്ടി നൽകിയിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിക്കായിരുന്നു ആ പരാതി നൽകിയത്. മുഖ്യമന്ത്രി പിന്നീട് ഡിജിപിക്ക് കൈമാറുകയും ഡിജിപി സെൻട്രൽ പോലീസിന് ഈ പരാതി കൈമാറുകയും ചെയ്തിരുന്നു. സെൻട്രൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ സംഭവം നടന്നത്, ആ ബലാത്സംഗം നടന്നത്. പോലീസിന്റെ അന്വേഷണം ആ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വേടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ഈ തൃക്കാക്കരയിലെ ചോദ്യം ചെയ്യൽ അവസാനിച്ച ശേഷമാണ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് വേടനെ വിളിച്ചത്. രാവിലെ 9 മണിയോടുകൂടി തന്നെ വേടൻ ഹാജരായി. അപ്പോഴും മാധ്യമങ്ങളോട് പറഞ്ഞത് തനിക്കെതിരെ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്, കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. അത് പക്ഷേ കോടതിയുടെ പരിഗണനയിലാണ്, അന്വേഷണം പുരോഗമിക്കുകയാണ്, കേസ് നടക്കുകയാണ്. ഇപ്പോൾ തുറന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ താൻ വരും ദിവസങ്ങളിൽ, അതായത് ഈ കേസൊക്കെ അവസാനിച്ച ശേഷം തനിക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്ന് വേടൻ പറഞ്ഞതിന് ശേഷമാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. സെൻട്രൽ സ്റ്റേഷനിൽ 1 ദിവസത്തെ ചോദ്യം ചെയ്ത് അതിന് വേടനെ വിട്ടയച്ചിരുന്നു. അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം ഈ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ആവശ്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ആ തെളിവ് ശേഖരിച്ച് മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും വീണ്ടും വേടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ, അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതിനിടയിൽ തന്നെ വേടന്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ പറയുന്നത് വേടന്റെ കുടുംബത്തിന് വലിയ മാനസിക വിഷമമുണ്ടാക്കി, വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്തുകൂടിയാണ് കടന്നു പോകുന്നത്. വേടനെതിരെ തുടരെയായിട്ടുള്ള ഈ പരാതികൾ അതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ പുറത്തു കൊണ്ടുവരണം, അവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ആ പരാതിയിൽ പറയുന്നത്. അതും എന്തായാലും തൃക്കാക്കര പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അതും അന്വേഷിക്കുന്നത്. ആ ഒരു അന്വേഷണവും ഒരു ഭാഗത്തുകൂടി നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വേടനെതിരായിട്ടുള്ള അങ്ങനെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതേക്കുറിച്ചും പരിശോധിക്കണം. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. വേടനെതിരെ നിരവധി പെൺകുട്ടികളാണ് പരാതിയുമായി രംഗത്തെത്തുന്നത്. ആദ്യഘട്ടത്തിൽ, അതായത് നമ്മൾ ഈ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് ലഹരി കേസിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോഴാണ്, പിടികൂടിയപ്പോഴാണ്. അതിനുശേഷം പുലിപ്പല്ല് കേസുണ്ടായി. പക്ഷെ അവിടെ ഈ പുലിപ്പല്ല് കേസ് വ്യാജമായി പോലീസ് കെട്ടിച്ചമച്ചതാണ്, ഒരു വ്യാജ കേസാണ് എന്ന രീതിയിലുള്ള ഒരു വാർത്തകൾ വരുന്നു. അതോടെ വേടനൊരു താരപരിവേഷം ഉണ്ടാകുന്നു. ഇയാൾ ഒരു ജാതിവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. അങ്ങനെ ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കുന്നു. അത്തരമൊരു താരപരിവേഷത്തിൽ നിൽക്കുമ്പോഴാണ് വേടനെതിരെ യുവ ഡോക്ടർ പരാതിയുമായി രംഗത്ത് വരുന്നത്. ആദ്യഘട്ടത്തിൽ അവർ ചില സമൂഹ മാധ്യമങ്ങളിൽ, ചില സോഷ്യൽ മീഡിയയിൽ പ്രതികരണമൊക്കെ നടത്തിയെങ്കിലും പിന്നീട് പോലീസിൽ പരാതി നൽകി. അതിനുശേഷം ഗവേഷക വിദ്യാർത്ഥിനി പരാതി നൽകി. ഇവിടെ എവിടെയാണ് ഈ ഗൂഢാലോചനയുള്ളത്? വേടൻ, അങ്ങനെ ആരെങ്കിലും സംശയമുണ്ടോ? വേടന്റെ കുടുംബം നൽകിയ പരാതിയിൽ ആരെങ്കിലും വേടനെ ബോധപൂർവം ഇത്തരം കേസിൽ കുടുക്കുന്നു എന്ന രീതിയിലൊരു പരാമർശം നടത്തിയിട്ടുണ്ടോ? ആർക്കെങ്കിലും എതിരെ പരാതിയുണ്ടോ? ആദ്യം വേടനെതിരെ ഈ മീറ്റു ആരോപണങ്ങളൊക്കെ ഉയരുന്ന സമയത്ത് വേടനെതിരെ ഒരു പെൺകുട്ടി മീറ്റു ആരോപണം ഉന്നയിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളടക്കം വേടനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പിന്നീട് വേടൻ അതിൽ പരസ്യമായി മാപ്പ് പറയുകയും പിന്നീട് ആ കേസ് ആ രീതിയിൽ കേസായിട്ട് എടുത്തിരുന്നില്ല. പിന്നീട് അത് ആ രീതിയിൽ പോവുകയും ചെയ്തു. പിന്നീട് നമ്മൾ വേടൻ എന്ന പേര്, അല്ലെങ്കിൽ റാപ്പർ വേടൻ എന്ന പേര് കേൾക്കുന്നത് നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കഞ്ചാവ് കേസിലാണ്.
ഫ്ളാറ്റിൽ വെച്ചും കഞ്ചാവ് ഉപയോഗിച്ചു എന്ന പേരിൽ വേടനെയും സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് പുലിപ്പല്ല് കേസ് വരുന്നു. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ തിടുക്കപ്പെട്ട ഇത് പുലിപ്പല്ലാണോ എന്ന് ഉറപ്പിക്കാതെ തിടുക്കപ്പെട്ട് വേടനെ കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയതുമൊക്കെ വലിയ വിവാദമാവുകയും ആ ഉദ്യോഗസ്ഥനെതിരെ സ്ഥലം മാറ്റമടക്കം ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ വേടനെതിരായിട്ടുള്ള 2 കേസുകൾ, ഒരു യുവ ഡോക്ടർ നൽകിയ ബലാത്സംഗ കേസ്, പിന്നീട് ഒരു വിദ്യാർത്ഥി നൽകിയ ബലാത്സംഗ കേസ്, അങ്ങനെ 2 കേസുകൾ തുടരെ വരുന്നുണ്ട്. അതിനിടയിൽ തന്നെ ഈ BJP ഒരു പരാതിയുമായി രംഗത്തെത്തിയിരുന്നു വേടനെതിരെ. അതായത് വേടൻ വർഷങ്ങൾക്ക് മുൻപ് ഇറക്കിയ ഒരു പാട്ട്, അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിക്കുന്ന തരത്തിലാണ് പരാമർശങ്ങൾ, അല്ലെങ്കിൽ വരികൾ അപമാനിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു BJP പ്രവർത്തക രംഗത്ത് വരികയും അത് പിന്നീട് അത് കേസെടുക്കണ്ട എന്നുള്ള രീതിയിലേക്ക് മാറുകയും ഒക്കെ ചെയ്തിരുന്നു. അതും വലിയ വിവാദമായിരുന്നു. അതോടുകൂടിയാണ് വേടനെ അനുകൂലിക്കുന്നവർ, അല്ലെങ്കിൽ വേടന്റെ കുടുംബമടക്കം വേടനടക്കം പറയുന്നത് തനിക്കെതിരെ ചിലർ ഗൂഢാലോചന നടത്തുന്നുവെന്ന്. അപ്പോഴും വേടൻ പറയുന്നത് വേടന്റെ ജാതി മുന്നോട്ട് വെച്ച്, അല്ലെങ്കിൽ ഒരു ദളിത് കാർഡ് മുന്നോട്ട് വെച്ചാണ് ഈ വാദങ്ങളെ അല്ലെങ്കിൽ ഈ പരാതികളെല്ലാം വേടൻ തടയുന്നത്. തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചന, അത് താൻ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട്, താൻ ഉയർന്നു വരുന്നത് ചിലർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്, വേടന്റെ വാക്കുകളെ പേടിക്കുന്നതുകൊണ്ട്, പാട്ടിനെ പേടിക്കുന്നത് കൊണ്ടാണ് ചിലർ ഇത്തരത്തിലുള്ള ആരോപണങ്ങളായിട്ടൊക്കെ വരുന്നതെന്നാണ് വേടനും കുടുംബവും ഒക്കെ ന്യായീകരിക്കുന്നത്. വേടനെ ആരാധിക്കുന്നവരും ആ രീതിയിലാണ് ന്യായീകരണത്തോടുകൂടി പറയുന്നത്. പക്ഷേ അപ്പോഴും പോലീസ് അടക്കം പറയുന്നത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് വേടനെതിരെ ബലാത്സംഗ കേസിലായിക്കോട്ടെ കഞ്ചാവ് കേസിലായിക്കോട്ടെ തെളിവുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അപ്പോഴും വേടനെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും പൊതുസമൂഹത്തിലുണ്ട്. വേടൻ ശരിക്കും കുറ്റവാളിയാണോ അതോ ഗൂഢാലോചനയുടെ ഭാഗമായി അകപ്പെട്ടുപോയ ആളാണോ എന്നതിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. വേടൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ അല്ലെങ്കിൽ കുറ്റപത്രത്തിലടക്കം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ, വേടന്റെ കുടുംബത്തിന്റെ തുടർ നീക്കങ്ങൾ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവർ ഇനി എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക? പ്രത്യേകിച്ച് ഈ BJP പ്രവർത്തകരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് പറയാതെ പറയുകയാണ് വേടന്റെ കുടുംബം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. പ്രത്യേകിച്ച് ഈ റാപ്പർ വേടനെപ്പോലുള്ള കലാകാരൻ ഒരു മികച്ച കലാകാരനാണ്. പക്ഷേ ആ താരപരിവേഷം മുതലെടുത്തുകൊണ്ട് സ്വാഭാവികമായി അയാൾക്ക് ആരാധകരുണ്ടാകാം. പക്ഷേ അങ്ങനെ ഉള്ള ആളുകളെ ആ താരപരിവേഷം മുതലെടുത്ത് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന സംഭവം, പ്രണയിച്ച് ചതിക്കുന്ന സംഭവം, അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർക്കെതിരെ കടുത്ത നടപടി തന്നെയാണ് പോലീസ് സ്വീകരിക്കേണ്ടത്. സമാനമായ മറ്റൊരു വാർത്ത, അതായത് ഇന്ന് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിന്നും നിരവധി ലൈംഗികാരോപണ കേസുകളാണ്, പെൺകുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കാസർഗോഡ് ബേക്കലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് നഗ്നദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ബസ് ഡ്രൈവർ അറസ്റ്റിലായി. പടന്നക്കാട് സ്വദേശി ശരത് ചന്ദ്രനെയാണ് ബേക്കൽ പോലീസ് പിടികൂടിയത്. ഇയാൾക്കെതിരെ ബലാത്സംഗം, പോക്സോ, IT വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. ഇതോടൊപ്പം കാസർഗോഡ് 19-കാരിയെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ ഒരു മന്ത്രവാദി പിടിയിലായിട്ടുണ്ട്. വിദ്യാനഗർ സ്വദേശിയും അബ്ദുൾ റഷീദിനെയും യുവതിയെയും കർണാടക വിരാജ്പേട്ടയിൽ നിന്നാണ് ഹോസ്ദുർഗ് പോലീസ് പിടികൂടിയത്. വിശദമായ മൊഴി രേഖപ്പെടുത്തിയ പെൺകുട്ടിയെ പോലീസ് മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി. കാസർഗോഡ് നിന്ന് KB ബൈജു ചേരുന്നുണ്ട്. ബൈജു, അല്പസമയം മുമ്പാണ് ഈ ഒരു വാർത്ത, ഈ കാസർഗോഡ് ബേക്കലിൽ നിന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഈ പെൺകുട്ടിയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി ഒരു ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ച് നഗ്നദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി എന്ന കേസിൽ ബസ് ഡ്രൈവർ പിടിയിലാകുന്നത്. ഇത് എന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം? ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? പതിവായി ഇതിനു മുൻപ് ഏതെങ്കിലും കേസുകൾ ഇയാൾക്കെതിരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ടോമെ, അങ്ങേയറ്റം രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളാണ് കാസർഗോഡ് നിന്ന് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ്. അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഒരു ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് 17 വയസ്സുകാരിയെ പ്രലോഭിപ്പിച്ച് പാലക്കുന്നുള്ള ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. പിന്നീട് നഗ്ന ചിത്രങ്ങൾ കാട്ടി നിരന്തരം ബലാത്സംഗം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഇതൊരു 7 മാസം മുൻപാണ് ഈ കുട്ടിയെ
ഇത്തരത്തിൽ ഇയാൾ കൊണ്ടുപോയി പീഡിപ്പിച്ചതും നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയതും. പിന്നീട് ഈ കുട്ടിക്ക് ഇപ്പോൾ 18 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം ഈ നഗ്ന ദൃശ്യങ്ങൾ കാട്ടി ബലാത്സംഗം ചെയ്തു എന്നാണ് ബേക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നത്. ഇതിലിപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബസ് ഡ്രൈവറാണ് പടന്നക്കാട് കരുവളം സ്വദേശി ശരത് ചന്ദ്രൻ എന്ന് പറയുന്ന ആൾ. ഇതിലൊരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ എന്ന കാര്യം വരുന്നുണ്ട്. പക്ഷെ അതിലൊരു കൃത്യമായ വ്യക്തത വരാത്തതുകൊണ്ടാണ് ആ കാര്യം പറയാത്തത്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ എന്ന ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. ശരത് ചന്ദ്രൻ എന്ന് പറയുന്ന ഈ ഡ്രൈവർ ഈ കുട്ടിയെ നിരന്തരം ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു. ഇതിൽ പോക്സോ വകുപ്പുകൾ, അതോടൊപ്പം ബലാത്സംഗം, അതോടൊപ്പം IT വകുപ്പുകൾ, ഇങ്ങനെ 3 വകുപ്പുകൾ ചേർത്താണ് ബേക്കൽ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ശരത് ചന്ദ്രൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാളെ ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ബേക്കൽ പോലീസ്. എന്തായാലും ഈ ലോഡ്ജിൽ ഉൾപ്പെടെ എത്തി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാളുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്ന ഒരു വിവരം വരുന്നത് ഏറ്റവും പുതുതായി വന്ന ഒരു വാർത്തയാണ്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ടോം തുടക്കത്തിൽ സൂചിപ്പിച്ച ഈ മന്ത്രവാദിയുമായി ബന്ധപ്പെട്ട ഈ വാർത്ത. അതായത് കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് ഇങ്ങനെ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പെൺകുട്ടിയെ കാണാതാവുന്നത്. പിന്നീട് ഈ കുടുംബം പരാതി നൽകുന്നു. ഈ കുടുംബം മാതാവാണ് പരാതി നൽകുന്നത്. ഈ മാതാവിനെ ചികിത്സിക്കാനെത്തിയ ഒരു മന്ത്രവാദി, സിദ്ധരും മന്ത്രവാദി എന്നൊക്കെ പറയാം, അങ്ങനെ ഒരാളാണ്. ഇയാൾ 41 വയസ്സുകാരനാണ്. ഈ കുട്ടിക്ക് 19 വയസ്സ് പ്രായമാണ്. ഈ കുട്ടിയെ ഇത്തരത്തിൽ പ്രണയം നടിച്ച് പ്രലോഭിപ്പിച്ച് ഇയാൾ തട്ടിക്കൊണ്ടുപോയെന്നാണ് ഇതിൽ പരാതിയിൽ പറയുന്നത്. പോലീസ് 10 ദിവസം നീണ്ടുനിന്ന പോലീസിന്റെ പരിശ്രമത്തിനൊടുവിലാണ് കർണാടകയിലെ വീരാജ്പേട്ടയിൽ നിന്നും ഇയാൾ പിടികൂടുന്നത്. അതായത് കർണാടക, തമിഴ്നാട് പല സ്ഥലങ്ങളിലും ഇതിനിടയിൽ ഇവർ കാറിലായിരുന്നു ഇവർ യാത്ര ചെയ്തിരുന്നത്. ഈ കുട്ടിയെ കൊണ്ടുപോയിരുന്നു. എന്തായാലും ഈ കുട്ടിയെ വിശദമായി ചോദ്യം ചെയ്തു. കുട്ടി ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു മൊഴി ഇതിൽ താൻ സ്വന്തം ഇഷ്ടപ്രകാരം പോയി എന്നാണ്. 19 വയസ്സ് പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ ചികിത്സയുടെ പേരിൽ സ്വർണം ഉൾപ്പെടെ തട്ടിയതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇതിൽ ഇത്തരത്തിൽ ആരെങ്കിലും പരാതിയുമായി രംഗത്ത് വരുന്നുണ്ടോ എന്ന ഒരു സാഹചര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇയാൾക്ക് ഭാര്യയും അതുപോലെ തന്നെ കുട്ടികളും ഉള്ള ഒരാളാണ്. കാസർഗോഡ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആണ് ഇയാളുടെ വീടും. ഇയാളുടെ കുടുംബം ഏതായാലും പരാതി നൽകിയിരുന്നു. ഇയാളെ കാണാനില്ല എന്ന് പറഞ്ഞ അതേ ദിവസം 22-ാം തീയതി തന്നെ ഇയാളെ കാണാനില്ല എന്ന് പരാതി നൽകിയിരുന്നു. അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ മാതാവും പരാതി നൽകിയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഇതിൽ വിശദമായ അന്വേഷണം നടത്തിയത്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നിരന്തരം ഇവരെ പിന്തുടർന്ന് ആണ് അവസാനം വീരാജ്പേട്ടയിലെ ഒരു പെട്രോൾ പമ്പിന് സമീപം ഈ കാർ കണ്ടെത്തുന്നതും അവിടെ നിന്നും ഇവരെ കണ്ടെത്തുന്നത്. പിന്നീട് ഇന്നലെ രാത്രിയോട് കൂടിയാണ് പോലീസ് സംഘം ഈ യുവതിയെയും യുവാവിനെയും ഇത്തരത്തിൽ ഓസ്കൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യൽ നടന്നു. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇയാളെ കുറിച്ച് പോലീസ് കൂടുതൽ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. കൂടുതൽ ഇടങ്ങളിൽ ഇത്തരത്തിൽ മന്ത്രവാദത്തിന്റെ പേരിൽ, അതായത് അസുഖം മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഇയാൾ ഈ മന്ത്രവാദത്തിനുമായി ബന്ധപ്പെട്ട് ഇവരുടെ കുടുംബത്തിലേക്ക് എത്തുന്നത്. അവിടെ നിന്നും ഈ കുട്ടിയെ, അതായത് കോളേജിൽ പോകുന്നു എന്ന് പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട കുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു. അങ്ങനെ വൈകിട്ടാണ് ഇവർ ഹോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ഈ മാതാവ് പരാതി നൽകുന്നത്. അതായത് 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇവരെ കണ്ടെത്തുന്നതും. ഇതിൽ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഊർജിതമായി നടക്കുന്നുണ്ട്. ഏതായാലും 2 സംഭവങ്ങളും വളരെ ആശങ്ക ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. കാരണം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ അത് വലിയ വാർത്ത. തീർച്ചയായും അത് തന്നെയാണ് ബൈജു സൂചിപ്പിക്കുന്ന പോലെ വളരെ ഞെട്ടിപ്പിക്കുന്ന 2 സംഭവങ്ങളാണ്. ഒന്ന് ബസ് ഡ്രൈവറും 2 ദുർമന്ത്രവാദിയും പിടിയിലാകുന്നു. 2 പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസ്. ഇത് 19 വയസ്സുകാരിയാണ്, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം ഇയാൾക്കൊപ്പം ഇറങ്ങിപ്പോയതാണെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ആ കേസിനെ അല്പം കൂടെ ഒരു അത്ര ചെറുതായി കാണാൻ കഴിയില്ല. കാരണം അവിടെ കൃത്യമായ ഉദ്ദേശത്തോടെ അത് ഇയാൾ എന്ത് മന്ത്രവാദമാണ്, തട്ടിപ്പുകാരനാണോ എന്നറിയണം. ഇങ്ങനെ മറ്റു വീടുകളിലും മന്ത്രവാദത്തിൻ്റെ പേരിൽ വീടുകളിൽ ചെന്ന് അവിടുത്തെ പെൺകുട്ടികളെ വശീകരിച്ച് ഇതുപോലെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഈ പെൺകുട്ടിയും ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം. അത്തരം നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ ബൈജു? ടോമെ, തീർച്ചയായും അല്പസമയം മുമ്പാണ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പെൺകുട്ടി എത്തിച്ചിട്ടുള്ളത്. വൈദ്യപരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടിയുടെ. അതിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രീതിയിൽ ഈ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയാണോ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരമാണ് താൻ ഇയാളുടെ കൂടെ പോയതെന്ന് പറയിച്ചത്, അത്തരം കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഈ വൈദ്യപരിശോധന റിപ്പോർട്ട് കൂടി വരാനുണ്ട്. ഒപ്പം എടുത്തു പറയേണ്ടത് ഇയാൾ വിവാഹിതനാണ്. ഇയാളുടെ ഭാര്യ ഉൾപ്പെടെ സഹോദരൻ ഉൾപ്പെടെയാണ് വിദ്യാനഗർ പോലീസിൽ ഇയാളെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി നൽകുന്നത്.
മാത്രമല്ല പല ആളുകളിൽ നിന്നും ഈ അസുഖം ഭേദമാക്കാം എന്ന് പറഞ്ഞ് മന്ത്രവാദം, ഇത്തരം സംഭവങ്ങൾ നിരന്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് കെണിയിലകപ്പെടുന്നു. പല പെൺകുട്ടികൾക്കും അതിദാരുണമായി കൊല ചെയ്യപ്പെടേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടാവുന്നു. ഇത് നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഇത്തരം കെണിയിൽ ഈ പെൺകുട്ടികൾ ചെന്ന് വീഴുന്നതാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കോളേജിൽ പോയ ഒരു പെൺകുട്ടിയാണ്, തിരിച്ചു വരാത്ത ഒരു സാഹചര്യം. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ദിവസങ്ങളോളം കാത്തിരുന്ന ഏറ്റവും ഒടുവിൽ കർണാടകയിൽ നിന്നും ഇയാൾക്കൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്ന സാഹചര്യമാണ്. അതോടൊപ്പം ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ സൂചിപ്പിച്ചത് 17 വയസ്സ്, അതായത് +2 പഠിക്കുന്ന സമയത്ത് ഈ ബസ് ഡ്രൈവർ ഈ കുട്ടിയെ ഇത്തരത്തിൽ പ്രലോഭിപ്പിച്ച് ലോഡ്ജിൽ കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നു. പിന്നീട് ഇപ്പോൾ 18 വയസ്സ് തികഞ്ഞിരിക്കുന്നു ആ കുട്ടിക്ക്. അതായത് ഒരു 6 മാസം മുൻപാണ് ഈ 17 വയസ്സ് എന്ന് പറയുന്ന സംഭവം. അതിനുശേഷം ഇപ്പോൾ പ്രായപൂർത്തിയായിരിക്കുന്നു. ആ സമയത്ത് അന്ന് കൊണ്ടുപോയപ്പോൾ ഒരുപാട് നഗ്ന ദൃശ്യങ്ങൾ ഈ കുട്ടിയുടെ ഇയാൾ പകർത്തിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. ആ നഗ്ന ദൃശ്യങ്ങളൊക്കെ കാട്ടി ഈ കുട്ടിയെ വലിയ തോതിൽ ഭീഷണിപ്പെടുത്തി വീണ്ടും നിരന്തരം ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് ഈ കേസിൽ പറഞ്ഞത്. ഇത്തരത്തിൽ ഒരുപാട് പെൺകുട്ടികളെ ഇങ്ങനെ കെണിയിലാക്കുന്ന സംഭവങ്ങൾ അത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. ഒരു പരിധിവരെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും വലിയ ജാഗ്രതാ കുറവിൽ ഉണ്ടാകുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. അത് പോലീസ് ഉൾപ്പെടെ പറയുന്നുണ്ട്. കാരണം ഏതോ ഒരാൾ ഇത്തരത്തിൽ ഒരു പരിചയമില്ലാത്ത ആളെ വീട്ടിൽ കയറ്റി അതും അസുഖമൊക്കെ രോഗം മാറ്റാമെന്നൊക്കെ പറയുമ്പോൾ അതിന് മന്ത്രവാദത്തിലൊക്കെ തുനിയുന്ന രക്ഷിതാക്കൾ തങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിൽ പെൺകുട്ടികൾ ഉണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചൂഷണത്തിന് ഇരയാവാനുള്ള സാധ്യതയുണ്ടെന്ന് പോലും മുൻകൂട്ടി കാണാത്ത രീതിയിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതാണ് വലിയ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഈ സംഭവത്തെ സംബന്ധിച്ചെല്ലാം. ഏതായാലും ഓസ്തൂർക്ക് പോലീസ് ഈ ആദ്യം പറഞ്ഞ കേസിൽ ഈ മന്ത്രവാദിയെ സംബന്ധിച്ച് ഗൗരവമായ അന്വേഷണം തന്നെ നടത്തുന്നുണ്ട്. കാരണം നിരവധി ആളുകളിൽ നിന്നും ഇത്തരം സ്വർണം ഉൾപ്പെടെ തട്ടിയെടുത്തിട്ടുണ്ട് ആണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. മാത്രമല്ല ഈ പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് 10 പവനോളം സ്വർണവും കയ്യിൽ കരുതിയിരുന്നെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്വർണം എന്ത് ചെയ്തു? ഒരുപക്ഷെ ഈ സ്വർണമൊക്കെ വിൽപ്പന നടത്തിയായിരിക്കും ഇങ്ങനെ കർണാടകയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഊട്ടിയിൽ ഉൾപ്പെടെ ഇവർ ഈ കാറുമായി എത്തിയെന്നാണ് പറയുന്നത്. ഏതായാലും കാറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ഇയാളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ ഒരു വിവാഹിതനാണ്, നേരത്തെ തന്നെ സൂചിപ്പിച്ചു. 19 വയസ്സായ പെൺകുട്ടിയാണ്. 41 വയസ്സുകാരനായ ഈ സിദ്ധൻ, ഈ മന്ത്രവാദി എന്ന് പറയുന്ന ഒക്കെ ആള് ഇയാൾ ഇത്തരത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ഇരിക്കുന്നത്. ഏതായാലും പോലീസ് വലിയ തലവേദന ഉണ്ടാക്കിയ ഒരു കേസാണ്. എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്ന വലിയ ആശങ്കയുണ്ടായിരുന്നു. പോലീസ് നിരന്തരം ഇവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയെ ഉപദ്രവിക്കുമോ അല്ലെങ്കിൽ കൊല ചെയ്യുന്നതൊക്കെ സംഭവങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഹോസ്തൂർ പോലീസ് വീരാജ്പേട്ടയിൽ നിന്നാണ് പെട്രോൾ പമ്പിന് സമീപം ഈ കാറ് ഇങ്ങനെ പാർക്ക് ചെയ്ത് ഇരിക്കുന്നത് കണ്ട് അതിനുശേഷം പോലീസ് ഈ സംഘം അവിടെ എത്തിയതിനു ശേഷം ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഹോസ്തൂർ പോലീസ് സ്റ്റേഷനിൽ ഇവരെ എത്തിച്ചത്. അപ്പോൾ തന്നെ ഈ കുട്ടിയുടെ മൊഴിയെടുത്തു. ഏതായാലും പ്രാഥമികമായി ചെറിയൊരു സംശയം കൂടി. കാരണം ഈ കാസർഗോഡ് ഈ സമീപകാലത്ത് ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഈ മന്ത്രവാദികൾ, കാരണം ഈ ആളുകളുടെ മനുഷ്യരുടെ ഈ അന്ധവിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് ഈ രീതിയിൽ തട്ടിപ്പ് നടത്തുന്ന, നമുക്കറിയാം ദുർമന്ത്രവാദിനി ജിന്നുമയെ കുറിച്ച് കേട്ടാണ് ഒരാളുടെ ജീവനാണ് കവർന്നത്. ഇത്തരം ഈ രീതിയിൽ ഈ വിശ്വാസത്തിൻ്റെ, അന്ധവിശ്വാസത്തിൻ്റെ മറവിൽ, മന്ത്രവാദത്തിൻ്റെ മറവിൽ ആളുകളെ സമീപിക്കുന്നു. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞ് പിന്നീട് കൊലപാതകവും പീഡനവും തട്ടിപ്പും ഒക്കെ നടത്തുന്ന സംഭവങ്ങൾ, ഇതിനെതിരെ കൃത്യമായൊരു ബോധവൽക്കരണം നമ്മുടെ നാട്ടിൽ ആവശ്യമല്ലേ ബൈജു? തീർച്ചയായും ടോമേ, ജിന്നുമ്മയുടെ വാർത്ത നമ്മൾ ദിവസങ്ങളോളം റിപ്പോർട്ട് ചെയ്തതാണ്. ആ കേസിൽ അതിന്റെ നാൾവഴികൾ നോക്കിയാൽ ഒരുപാട് ആളുകളാണ് ഈ ജിന്നുമ്മയുടെ തട്ടിപ്പിനിരയായത്. അതായത് പണം ഇരട്ടിപ്പിക്കാം, സ്വർണം ഇരട്ടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ദുർമന്ത്രവാദത്തിന്റെയും ഇതിന്റെയൊക്കെ പേരിൽ വലിയ തോതിൽ ചൂഷണം നടത്തിയ ഏറ്റവും ഒടുവിൽ 500 പവൻ സ്വർണമാണ് ഈ ഗഫൂർ ഹാജി എന്ന് പറയുന്ന പൂച്ചക്കാടുള്ള പ്രവാസി വ്യവസായിയിൽ നിന്നും തട്ടിയെടുത്തത്. പിന്നീട് അയാൾ തട്ടിപ്പ് മനസ്സിലായപ്പോൾ അയാളെ കൊല ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. അത് ഇത്തരം കേസുകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല പെൺകുട്ടികൾക്ക് നേരെ നിരന്തരം ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇത്തരത്തിലൊരു കേസ് റിപ്പോർട്ട് ചെയ്തു. ഒപ്പം നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇത്തരം കേസ് റിപ്പോർട്ട് ചെയ്തു. തുടർച്ചയായ ഇത്തരത്തിൽ കേസുകൾ വരുന്നു. മാത്രമല്ല കൗൺസിലിംഗിന് ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിനിരയായ പെൺകുട്ടിയെ കൗൺസിലിംഗിന് എത്തിച്ചപ്പോൾ അവിടെയുള്ള ഡോക്ടർ തന്നെ ലൈംഗിക പീഡനത്തിനിരയാക്കുന്ന സംഭവം വരെ ഉണ്ടാകുന്നു. അത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ പുതിയ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്നത്. തീർച്ചയായും ഓരോ സ്കൂളുകളിലും
കൗൺസിലിംഗ് അത് ഓരോ സ്കൂളുകളും കേന്ദ്രീകരിച്ച് വേണം. അതല്ലാതെ ഏതെങ്കിലും കുട്ടിയുടെ സ്വഭാവത്തിൽ സംശയം അത് തന്നെ ബൈജു സൂചിപ്പിച്ചതുപോലെ സ്കൂളുകളിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം വേണം. മാതാപിതാക്കൾ കൃത്യമായും കുട്ടികളെ നിരീക്ഷിക്കണം. ഇവരെ പല രീതി മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവാണ് നമ്മുടെ മക്കൾ ഈ രീതിയിൽ പ്രണയച്ചതിക്കും ലൈംഗിക ചൂഷണത്തിനൊക്കെ ഇരകളാകാൻ പലപ്പോഴും കാരണമാകുന്നതും. ഇതോടൊപ്പം മറ്റൊരു വാർത്ത കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്. കോഴിക്കോട് പയ്യാനക്കലിൽ മദ്രസ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. നാട്ടുകാർ ഓടിക്കൂടിയാണ് കുട്ടിയെ രക്ഷിച്ചത്. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പന്നിയങ്കര പോലീസിനെ ഏൽപ്പിച്ചു. ബീച്ച് ആശുപത്രിക്ക് സമീപത്തെ ടാക്സി സ്റ്റാൻഡിൽ നിന്ന് മോഷ്ടിച്ച കാറിലാണ് പ്രതി സഞ്ചരിച്ചതെന്ന് പോലീസ് പറയുന്നു. ഞാൻ സ്കൂളിൽ അവിടെ ഒരു ഓർഡർ ഇറക്കി കണ്ട് വരായിരുന്നു. വരുന്ന ടൈമിൽ കുട്ടീൻ്റെ അടുത്തേക്ക് വണ്ടി സൈഡായിക്കൊണ്ട് സംസാരിക്കുന്ന സീന് കാണുന്നുണ്ട്. അപ്പോൾ ഒരാളവിടെ നിരീക്ഷിക്കുന്നുണ്ട്, എന്താണെന്നുള്ളത് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഇതുണ്ട്, കുട്ടീൻ്റെ അടുത്ത് ബാഗ് ഉണ്ടായിരുന്നതിനെ കൊണ്ട് എനിക്കൊരു സംശയം, എന്തോ ഒരു പന്തികളാണെന്നുള്ളത് തോന്നി. വലിയ ആൾക്കാരോടല്ലേ ചോദിക്കേണ്ടത്, വയ്യ ഒഴിക്കുന്ന ആളാണെങ്കിൽ. അപ്പോൾ ഞാൻ വണ്ടി കൊണ്ടുപോയിക്കാണ്ട് വണ്ടിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുപോയിട്ട് നിർത്തി അത് ഞാൻ നിർത്തിക്കാണ്ട് ചോദിച്ചു എന്താ സംഭവം മോനെന്ന് വെച്ചു. കുട്ടീനെ വിളിച്ച് അപ്പോൾ ഇന്നെ വീട്ടിൽ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടീൻ്റെ കൈ പിടിച്ചിക്കാണ്ട് ഞാൻ എന്താക്കി അവൻ്റെ അടുത്തേക്ക് വണ്ടിയിലേക്ക് പോയി. അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള ആളോട് പറഞ്ഞു ഒന്ന് ശ്രദ്ധിക്കണം, എന്തോ ഒരു പന്തികേടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചോദിക്കാമെന്ന്. ഞാൻ ഡോറ് പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു. എൻ്റെ പേരെന്താണെന്ന് വെച്ചു. അല്ല എൻ്റെ നാട് എവിടെയാണെന്ന് വെച്ചു. ഞാൻ കാസർഗോഡാന്ന് പറഞ്ഞു. ഈ കാസർഗോഡുള്ള ഈ എന്തിന് ഈ കുട്ടീനെ വീട്ടിൽ കൊണ്ടുപോയിക്കാൻ എൻ്റെ എന്താ ബന്ധമെന്ന് വെച്ചു. ബന്ധമല്ല, ഞാൻ പറഞ്ഞതാണ് കുട്ടീനോട് കയറിക്കുമെന്ന് പറഞ്ഞത്. ഞാൻ പറയും ഇന്നത്തെ സാഹചര്യങ്ങൾ അറിയുന്നതല്ലേ, കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നതല്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ എടുത്തു. എൻ്റെ മൊബൈൽ അപ്പോൾ എനിക്കൊരു സംശയം. അപ്പോൾ എൻ്റെ സീറ്റിൻ്റെ അടുത്ത് ഒരു മുണ്ടിൽ എന്തെല്ലോ സാധനം ചെരുപ്പും സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ അതെടുത്ത് അപ്പോൾ ഞാൻ അടുത്തുള്ള ആളോട് പറഞ്ഞു ശ്രദ്ധിക്കണോട്ടോ, എന്തോ പന്തികളുള്ളതാണ്. ആ സാധനം എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഹാൻഡ്സിൻ്റെ പേക്ക് പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു നല്ലൊരു അന്തരീക്ഷമല്ല കണ്ടപ്പോൾ. അത് കണ്ടപ്പോൾ മുൻ കൗൺസിലർ ഉണ്ട് സീനത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾ അടുത്ത് വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംഭവം പന്തികടാണ് കാണുന്നത് സീനത്ത എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ പോലീസിനെ വിളിക്കുന്ന പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് തന്നെ സീനത്താത നമ്പർ തരുന്ന് ഞാൻ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞ് ഞങ്ങൾ പന്നിയങ്കര ഏരിയ അല്ലോ പന്നിയങ്കരയിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. പന്നിയങ്കരയിലേക്ക് വന്ന നടത്തുന്നത് ഒരു 5 മിനിറ്റിനുള്ളിൽ സാർ അവിടെ എത്തി. അപ്പോഴത്തേന് നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ തന്നെ കാറിമെന്ന് നമ്പർ എടുത്തുകൊണ്ട് കാറിൻ്റെ ആ നമ്പർ എടുത്തുകൊണ്ട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഒരു പറയും ഇവിടുന്ന് വണ്ടി മിസ്സായിക്കിന് ആ വണ്ടി ആയിട്ട് വന്നതാണ്. അപ്പോൾ കളവാന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി ഇതെന്താ തട്ടിക്കൊണ്ടാകാൻ വന്നത് തന്നെയാണെന്നുള്ളത്. ആ രീതിയിൽ പിന്നെ പോലീസ് വന്ന് ആളെ അവിടുന്ന് കൊണ്ടുപോയി. ഞാൻ ഇപ്പോൾ വരുന്ന വഴിക്ക് എൻ്റെ ഷോപ്പിൻ്റെ മുമ്പ് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വന്നാൽ അപ്പോൾ പ്രതിനെ കാണണം. അപ്പോൾ പ്രതി ഇവിടെ ഇല്ല, അത് കാണാൻ വേണ്ടി വന്നാൽ തെട്ടിക്കോട്ടെ. എനിക്ക് കുറേ പേരക്കുട്ടികളുണ്ടാണ്. അപ്പോൾ കുട്ടികളൊക്കെ പീടിയിലൊക്കെ അങ്ങോട്ട് കൊണ്ട് പോകുമ്പോഴേ അപ്പോൾ ഒരു മനസ്സിന് ഭയങ്കര ഒരു ടെൻഷനും ഒരു വിഷമം വന്ന്. അപ്പോൾ അതുകൊണ്ട് വന്നു നോക്കിയാ അതെ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ വരുന്ന ആളുകളെ ഇപ്പോൾ എന്തൊക്കെ ചെയ്യാൻ നമുക്കറിയാൻ പറ്റുമല്ലോ. ഇതുവരെ ആ വഴിക്കൊക്കെ നായ് ശല്യമായിരുന്നു, അതന്നെ ഭയങ്കര പേടിയാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ അതിൽ കൂടുതൽ വിഷമം ഇല്ല. അതൊന്നും നമ്മളെ ഈ പ്രദേശത്ത് അങ്ങനെ ഇല്ല. അത് പിന്നിലൊക്കെ വരുമ്പോൾ കൈയാട്ടിട്ട് ലിഫ്റ്റായിട്ട് ആരും നടക്കണ്ടെന്നുള്ള ഉദ്ദേശത്തിൽ വരുന്ന അതങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇവിടെ ഈ നാട്ടുകാരുടെ ജാഗ്രതയാണ് ആ കുഞ്ഞിനെ രക്ഷിച്ചത്. ഈ മോഷ്ടിച്ച കാറിൽ എത്തി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കമായിരുന്നോ? ഈ പ്രതിയുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഇയാൾ ഏത് നാട്ടുകാരനാണ്? പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ടോം ഇയാൾ കാസർഗോഡ് സ്വദേശിയായ ആളാണ്. സിനാൻ അലി യൂസഫ് എന്നാണ് ഇയാളുടെ പേര്. 33 വയസ്സുണ്ട്. മറ്റു വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് ചോദിച്ചു വരുന്നതേ ഉള്ളൂ. ആദ്യം ഈ നാട്ടുകാർ പലരും ചോദിച്ചപ്പോൾ ആസാംകാരനാണെന്നൊക്കെ പറയുന്ന രീതിയിൽ അത്തരത്തിലൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞാണ് വിശദമായി ചോദിച്ചപ്പോൾ കാസർഗോഡ് സ്വദേശിയാണ് എന്ന് പറഞ്ഞത്. കയ്യിൽ മൊബൈൽ ഫോൺ അടക്കമുള്ള അത്തരം ഗാഡ്ജറ്റുകളൊന്നുമില്ല. അതായത് കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് ഇയാൾ കോഴിക്കോട്ടേക്ക് എത്തിയതെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ബീച്ച് ആശുപത്രിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന കാർ, എറ്റിയോസ് കാറ്, ടാക്സി കാറാണ്. ആ കാറ് മോഷ്ടിച്ചാണ് ഇയാൾ പോകുന്നത്. ഈ ടാക്സിക്കാരനായതുകൊണ്ട് തന്നെ അവിടെ ഇട്ടിരുന്ന വാഹനത്തിൽ തന്നെയായിരുന്നു ഈ കാറിൻ്റെ താക്കോലും ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഇയാളുടെ ശ്രദ്ധയിൽ ഇത് പെടുകയും ആ കാറുമായി പോരുകയും അവിടെ നിന്നും ഏതാനും കിലോമീറ്ററുകൾ അപ്പുറമാണ്, ഏതാണ്ട് വളരെ അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ പയ്യാനക്കൽ അങ്ങാടി എന്ന സ്ഥലം. അവിടെയാണ് ഈ കുട്ടി മദ്രസ പഠനത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. 10 വയസ്സുള്ള
ആൺകുട്ടിയാണുള്ളത്. ഈ കുട്ടിയോട് വീട്ടിലേക്ക് പോകാൻ കയറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷേ ആ കുട്ടി അപ്പോൾ അതിന് സമ്മതിച്ചില്ല, അല്ലെങ്കിൽ വേണ്ട, താൻ നടന്നു തന്നെ പൊക്കോളാം എന്നറിയിച്ചപ്പോൾ വീണ്ടും ഈ കുട്ടിയെ ആ വാഹനത്തിൽ കയറ്റാനുള്ള ഒരു ബലം പ്രയോഗിച്ചുള്ള നീക്കം ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഉടനെയാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഇടപെടൽ ഉണ്ടാവുകയും ഇയാളെ ചോദ്യം ചെയ്യുകയും ഇയാളുടെ വാഹനത്തിൻ്റെ താക്കോൽ ഊരിയെടുക്കുകയും ചെയ്തത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു. പോലീസ് എത്തുന്നതിനിടയിലാണ് ഈ അവിടെ തടിച്ചുകൂടിയ നാട്ടുകാർ തന്നെ ഈ വാഹനത്തിൽ എഴുതിയ നമ്പറിലേക്ക് വിളിച്ചത്. അപ്പോഴാണ് പറയുന്നത് തങ്ങളുടെ വാഹനം കാണാതായിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരിക്കുന്നു, കാറ് നഷ്ടപ്പെട്ടു എന്ന കാര്യം അവർ അറിയിക്കുന്നത്. അപ്പോൾ തന്നെ ഈ നാട്ടുകാർക്ക് കൂടുതൽ തട്ടിപ്പുകാരനാണ് ഇയാളെന്ന് മനസ്സിലായി. കാരണം ബീച്ച് ഭാഗത്തു നിന്നും മോഷ്ടിച്ചെടുത്ത വാഹനത്തിൽ ഈ കുട്ടിയെ കയറ്റിക്കൊണ്ട് പോകുന്നു. ഇയാളുടെ മൊബൈൽ ഫോൺ പോലും ഇല്ല. അതുകൊണ്ട് ഇയാൾക്ക് പിടിക്കപ്പെടാതെ രക്ഷപ്പെടാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരം ഒരു തട്ടിപ്പ് നടത്തിയത്. 2 തട്ടിപ്പ്, ഒന്ന് വാഹന തട്ടിപ്പ്, മറ്റൊന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം. പലപ്പോഴും സ്കൂളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന കുട്ടികൾ, പ്രത്യേകിച്ചും ആൺകുട്ടികളൊക്കെ വഴിയോരത്ത് നിന്ന് ലിഫ്റ്റ് വാങ്ങിയൊക്കെ പോകുന്ന കാഴ്ച പതിവാണ്. ഇരുചക്ര വാഹനങ്ങളായാലും അല്ലെങ്കിൽ കാറിനുമൊക്കെ ഈ കുട്ടികൾ കൈ കാണിക്കുകയും ചിലപ്പോഴൊക്കെ ഇറക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ അത്തരത്തിലെ കൈ കാണിക്കലുകളും അല്ലെങ്കിൽ ലിഫ്റ്റ് വാഗ്ദാനം ചെയ്തുള്ള കാര്യങ്ങളുമൊക്കെ അങ്ങേയറ്റം അപകടം നിറഞ്ഞതാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഈ കേസും. കാരണം ആ ഓട്ടോക്കാരന് ഒരു സംശയം തോന്നി ഇയാളെ ചോദ്യം ചെയ്യുകയും ഇയാളുടെ വാഹനം പരിശോധിക്കുകയും ചെയ്തില്ലായിരുന്നു ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ 10 വയസ്സുകാരനെ തെരഞ്ഞുള്ള ഒരു പരക്കം പാച്ചിലായിരുന്നതിനെ കോഴിക്കോട് നഗരത്തിലെ പോലീസ് സേന ഈ സമയം ഇയാളെ സംബന്ധിച്ച് നേരിട്ട് ഇയാളുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഘടകങ്ങളും ഇല്ലതാനും. കാരണം ഈ പയ്യാനിക്കൽ ഭാഗത്തൂടെ പോകുന്ന കാർ പരിശോധിച്ചാലും ഒരു ടാക്സി കാറാണ്, ആ കാർ നഷ്ടപ്പെട്ട കാറാണ്. അതുകൊണ്ട് കാറിൻ്റെ ഉടമയെ തെരഞ്ഞു പോയാൽ പോലും യഥാർത്ഥ പ്രതിയിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമായിരുന്നു. എന്തായാലും അതെല്ലാമാണ് ഈ നാട്ടുകാരുടെ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇയാളെ വളരെ വിശദമായി തന്നെ അത്തരം പല ദുരൂഹതകളും സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം എന്തിനാണ് ഈ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള യുവാവ് കോഴിക്കോട് എത്തിയത്? വാഹനം മോഷ്ടിച്ചത് എന്തിനാണ്? ഈ കുട്ടിയെ പോകാൻ ശ്രമിച്ചതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം എന്തായിരുന്നു? ഇതേക്കുറിച്ച് പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ടോ? പോലീസ് ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ ചെറുതായൊക്കെ ഇയാളെ കൈകാര്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ചില പരിക്കുകൾ ശരീരത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്നൊക്കെ നൽകിയ ശേഷമാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. കൂടുതൽ വിവരങ്ങൾ ഇയാളെ ചോദ്യം ചെയ്ത ശേഷം പുറത്തുവിടും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇയാൾ നൽകിയ അയാളുടെ പിതാവിൻ്റെ വിലാസവും ഫോൺ നമ്പറൊക്കെ നൽകിയിട്ടുണ്ട് കാസർഗോട്ടെ. അയാളെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മറ്റു കേസുകളിലും മറ്റും പ്രതികളാണോ എന്നുള്ള വിവരങ്ങൾ കാസർഗോഡ് പോലീസുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ എന്താണ് ഇയാളുടെ ഒരു വരവിൻ്റെ ഉദ്ദേശം? ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത് എന്തിനു വേണ്ടിയാണ്? അല്ലെങ്കിൽ ഈ കാറ് മോഷ്ടിച്ചത് ഒരുപക്ഷെ കുട്ടിയുമായി പോയി ഒരു നിശ്ചിത സ്ഥലം കഴിയുമ്പോൾ ഈ കാറ് വഴിയിൽ ഉപേക്ഷിച്ച് കുട്ടിയുമായി കടന്നു കളയാനാണോ? അല്ലെങ്കിൽ മറ്റെന്താണ് ഇതിൻ്റെ പിന്നിൽ എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു പരിശോധന പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും അങ്ങേയറ്റം ദുരുദ്ദേശത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ കൃത്യമായ ഒരു ഉദ്ദേശത്തോടെ ആയിരുന്നില്ല ഈ ഇയാളുടെ പ്രവൃത്തി എന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ ബീച്ച് ഭാഗത്തു നിന്നും ഡ്രൈവർ കാറിൽ താക്കോൽ വെച്ചിട്ട് പോയ ഒരു കാറ് ഇയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അത് വേഗം മോഷ്ടിച്ചുകൊണ്ട് വരുന്ന വഴിയിലാണ് പയ്യാനിക്കൽ അങ്ങാടി ഭാഗത്ത് വെച്ച് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടക്കുന്നത്. ആദ്യം വീട്ടിലിറക്കാമെന്ന് പറഞ്ഞെങ്കിലും കുട്ടി സമ്മതിച്ചില്ല. വേണ്ട, താൻ നടന്നു പോയിക്കൊള്ളാമെന്ന് പറയുമ്പോൾ വീണ്ടും നിർബന്ധിച്ച് കുട്ടിയെ വാഹനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമം. അത് എന്തിനാണ്? സാധാരണഗതിയിൽ നമ്മളൊക്കെ വാഹനത്തിൽ വഴിയിലൂടെ പോകുമ്പോഴായാലും ചിലപ്പോൾ ആരെങ്കിലും ഈ കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിക്കുമ്പോഴാണ്. അതിപ്പോൾ പലപ്പോഴും അത്തരം ലിഫ്റ്റുകൾ പോലും നൽകാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. കാരണം അങ്ങേയറ്റം സുരക്ഷിതമല്ല ഇതാവുന്നു യാത്രകളടക്കം. അങ്ങനെ വരുമ്പോൾ കൈ പോലും കാണിക്കാതെ ആ കുട്ടിയുടെ അടുത്ത് നിർത്തി വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറയുന്നു. ഒരു പരിചയത്തിലുള്ള ആളുമല്ല, ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ്. കുട്ടി ഈ വാഹനത്തിൽ കയറ്റി ഇറക്കാമെന്ന ഇയാളുടെ വാഗ്ദാനം നിരസിക്കുന്നു. അതിനുശേഷം മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഈ കുട്ടിയുടെ ബാഗിൽ പിടിക്കാൻ ഇയാൾ ശ്രമിക്കുന്നു. അങ്ങനെ വാഹനത്തിലേക്ക് ഏത് വിധേനയും കുട്ടിയെ കയറ്റുക എന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു ഇയാൾക്കുള്ളതെന്ന് ആ സമയത്തെ നടപടിക്രമങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഇത്തരം ഒരു ചെറിയ കശപിശ ഈ വാഹനത്തിൽ നടന്നുകൊണ്ട് തന്നെയാണ് സമീപത്തുള്ള ഓട്ടോക്കാരൻ്റെ ദൃഷ്ടിയിൽ ഈ കുട്ടിയും
ബാഗും ഈ വണ്ടിയും ഈ ഈ തട്ടിപ്പുകാരനും ഒക്കെ പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിയോട് വന്ന് ചോദിച്ചത് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നും ഇയാൾ എന്തിനാണ് കുട്ടി കൊണ്ടുപോകുന്നത്, മുൻപരിചയമില്ലാത്ത ഒരാൾ എന്തിനാണ് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ന ഒരു സംശയം വരികയും വാഹനത്തിൻ്റെ താക്കോൽ ഈ ഓട്ടോ ഡ്രൈവർ ഊരിയെടുക്കുന്നു. വാഹനത്തിനകത്ത് നടത്തിയ പരിശോധനയിൽ നിരോധിക്കപ്പെട്ട ലഹരി വസ്തുക്കളൊക്കെ കണ്ടെത്തുന്നു. പിന്നീടാണ് ഈ വാഹനത്തിൽ തന്നെ എഴുതി ഒട്ടിച്ചിരുന്ന നമ്പർ, ഒപ്പം ഈ ടാക്സി രജിസ്ട്രേഷനുള്ള കാറാണ്, പ്രത്യേകിച്ചും കോഴിക്കോട് രജിസ്ട്രേഷനുള്ള കാറാണ്, കാസർഗോഡ് സ്വദേശിയാണ് ഇയാൾ എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സാധാരണക്കാരായ നാട്ടുകാരുടെ ചില ബുദ്ധി, അല്ലെങ്കിൽ അവരുടെ ഒരു ബുദ്ധി പ്രയോഗിച്ചപ്പോഴാണ് ഇതൊരു മോഷ്ടിച്ചെത്തിച്ച വാഹനമാണെന്ന് പറയുകയും പ്രതിയെ കൃത്യമായി കസ്റ്റഡി എടുക്കാൻ കഴിയുകയും ചെയ്തത്. കേട്ടോ അനീഷ് സൂചിപ്പിച്ചതുപോലെ ഇത് നാട്ടുകാരുടെ ഒരു ജാഗ്രതയിലാണ് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞത്. കാരണം കുട്ടി പലപ്പോഴും ഇയാൾ വാഹനത്തിൽ കയറ്റാൻ ശ്രമിച്ചപ്പോഴും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി, പക്ഷെ വീണ്ടും നിർബന്ധിച്ചു. അവിടെ നാട്ടുകാർ കൃത്യമായി ഇടപെട്ടത് കൊണ്ടാണ് അത്ര വലിയൊരു അപകടത്തിൽ നിന്ന് ആ കുഞ്ഞ് രക്ഷപ്പെട്ടത്. ആലപ്പുഴയിൽ 18-കാരിയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ അയൽവാസിയുടെ ശ്രമം. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ആലപ്പുഴയിൽ 18-കാരിയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 59-കാരനായ അയൽവാസി അറസ്റ്റിൽ. ബീച്ച് വാർഡ് സ്വദേശി ജോസാണ് പിടിയിലായത്. സ്ഥിരം മദ്യപാനിയായ ഇയാൾ ഇടയ്ക്കിടെ യുവതിയെയും കുടുംബത്തെയും ശല്യപ്പെടുത്താറുണ്ടെന്ന് സൗത്ത് പോലീസ് പറഞ്ഞു. യുവതി പ്രതിയെ തള്ളി മാറ്റിയതുകൊണ്ടാണ് വൻ അപകടം ഒഴിവായത്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, എപ്പോഴായിരുന്നു സംഭവം? ഈ പെൺകുട്ടികൾക്ക് നേരെ, ഈ പെൺകുട്ടി 18 വയസ്സുകാരിക്ക് നേരെ ഈ രീതിയിലുള്ള ആക്രമണം നടത്താൻ, കൊലപ്പെടുത്താനുള്ള ശ്രമം ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായത്? ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു വലിയ സംഭവമായി മാറിയേനെ. കാരണം ആലപ്പുഴ ബീച്ച് വാർഡ് സ്വദേശിയായ പെൺകുട്ടിക്കാണ് ഇത്തരമൊരു സാഹചര്യത്തെ നേരിടേണ്ടി വന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ കേസിൽ പിടിയിലായിട്ടുള്ള തൈപ്പറമ്പിൽ ജോസ് എന്ന 59-കാരൻ, ഇയാൾ നേരത്തെ തന്നെ ഈ കുടുംബത്തിന് നിരന്തരം ശല്യം ചെയ്യുന്ന ആളാണ് എന്നുള്ളതാണ് നമുക്ക് സൗത്ത് പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ജോസ് എന്ന വ്യക്തിയുടെ പുരയിടം വാങ്ങിയിരിക്കുന്നത് ജോസിന്റെ അച്ഛന്റെ കയ്യിൽ നിന്നാണ്. ആ പുരയിടം ഈ പെൺകുട്ടിയുടെ കുടുംബം വാങ്ങിയിരുന്നു. ആ സ്ഥലം വാങ്ങിയതിനു ശേഷം ഇയാൾ നിരന്തരം ഇവിടെ വന്ന് ശല്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആ കുടുംബം പറയുന്നത്. പിന്നീട് ഇവരുടെ അച്ഛന്റെ പുരയിടത്തോട് ചേർന്ന് തന്നെ ഉള്ള സ്ഥലത്ത്, പുരയിടത്തിൽ തന്നെ ഇയാൾ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ഷെഡ് അടിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇയാൾ കിടക്കുന്നതൊക്കെ. നിരന്തരം അവിടെ നിന്ന് മദ്യപിച്ചിട്ട് ഇവർക്ക് ശല്യമാണ് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഇതിനു മുമ്പും ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇയാൾ മദ്യപിച്ച് വന്നുകൊണ്ട് യുവതിയുടെ വീട്ടുകാരുമായി തർക്കത്തിലാവുകയും ഇവരുടെ അച്ഛനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ആ കേസ് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കൂടെയാണ് ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഭാഗ്യത്തിനാണ് ആ പെൺകുട്ടി രക്ഷപ്പെട്ടതെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ 18-കാരി ഇന്നലെ വീട്ടിൽ തനിച്ചാണ് ഉണ്ടായിരുന്നത്. അമ്മ പുറത്തേക്ക് പോയിരിക്കുന്ന സാഹചര്യമായിരുന്നു. ഇയാൾ വീട്ടിലേക്ക് ആദ്യം എത്തി ഈ യുവതിയെ അസഭ്യം പറഞ്ഞു, ചീത്ത വിളിച്ചുകൊണ്ടാണ്, കേട്ടാൽ അറക്കുന്ന അസഭ്യ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് വീടിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് ഇയാൾ പ്രവേശിച്ചെന്ന് ആ യുവതി പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഇയാൾ തിരിച്ചു പോയി മടങ്ങി വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മടങ്ങി വന്നപ്പോൾ കയ്യിൽ ഒരു കുപ്പി പെട്രോളുമായിട്ടാണ് വന്നത്. ആ പരിസരത്തൊക്കെ അയാൾ അത് വിതറുകയും ആദ്യം ആ യുവതി നമ്മളോട് പറഞ്ഞത് കയ്യിൽ കുപ്പി ഇരുന്നത് താൻ കണ്ടില്ല എന്നുള്ളതാണ്. യുവതി പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് അവരുടെ ദേഹത്തേക്കും ഈ പെട്രോൾ ഒഴിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് ഇയാൾ ലൈറ്റർ എടുത്ത് കത്തിക്കാൻ ശ്രമിച്ച സമയത്ത്, നല്ല മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത്. ലൈറ്റർ എടുത്ത് കത്തിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ യുവതി ഇയാളെ തള്ളി താഴെയിട്ട് കീഴ്പ്പെടുത്തുകയായിരുന്നു. തുടർന്ന് താഴെ വീണ ശേഷം ഇയാളെ ഈ കയ്യിൽ കൊണ്ടു കരുതിയിരുന്ന കുപ്പിയിൽ പെട്രോളുമായി ഇയാൾ മടങ്ങിപ്പോയിരുന്നു. ഈ 18-കാരി അമ്മയെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചതിനെ തുടർന്ന് അമ്മയാണ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചേന്നമംഗലത്ത് സമാനമായ ഒരു സംഭവം, ഒരു യദു എന്നൊരു ചെറുപ്പക്കാരൻ അയൽവാസികളെ കൂട്ടക്കുരുതി നടത്തിയ സംഭവം ഉണ്ടായത് സമീപകാലത്താണ്. ഈ ആലപ്പുഴയിലെ ഈ അക്രമിയുടെ ലക്ഷ്യം ഇതുതന്നെയായിരുന്നോ? ഈ കുടുംബത്തെ കൂട്ടത്തോടെ ചുട്ടരിക്കുക, അങ്ങനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ എത്തിയത്.
ടോമെ ലഹരി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇയാള് നിരന്തര മദ്യപാനിയാണ്. ഒരു സ്വബോധമൊക്കെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ തന്നെയാണ്. കാരണം ഈ സ്ഥലം ഇയാളുടെ അച്ഛൻ വിറ്റെങ്കിലും ഇയാളുടേതാണെന്നൊക്കെ പറഞ്ഞാണ് വന്ന അസഭ്യം പറയുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫുൾ ടൈം വെള്ളമടിച്ച് നടക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ്, മദ്യപിച്ച് നടക്കുന്ന ഒരാളാണ് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ എത്ര ലഹരിയാണ് എന്താണെന്ന് പറഞ്ഞാലും ഈ സംഭവം ഇന്നലെ ആ ഒരു ലൈറ്റർ എടുത്തിട്ട് കത്തിച്ചിരുന്നെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടേനെ എന്നുള്ളതാണ്. ആ രീതിയിൽ അയാളെ കൊണ്ടുവന്ന ഈ ബോധാവസ്ഥയിലാണെങ്കിലും അബോധാവസ്ഥയിലാണെങ്കിലും അതൊരാളുടെ ജീവൻ എടുക്കുന്ന രീതിയിലേക്കുള്ള അപകടാവസ്ഥ തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ കൊണ്ടുവന്ന് ഈ വിതറിയിട്ട് ഈ പെട്രോള് കുപ്പിക്കകത്ത് കൊണ്ടുവന്ന് അവിടെയൊക്കെ കുടഞ്ഞിട്ടതിന് ശേഷം ഇയാൾ തീ കൊടുക്കാൻ ശ്രമിച്ചു. അത് കത്തിയിരുന്നെങ്കിൽ അവിടെ വലിയ അപകടം തന്നെ നടന്നേനെ. ഒരുപക്ഷെ ഇയാളുടെയും ജീവൻ പോയനെ, ആ പെൺകുട്ടിയുടെ ജീവൻ എന്തായാലും അപകട അവസ്ഥയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായേനെ. ഇനിയും ഇയാൾക്കെതിരെ നേരത്തെ വീട്ടിൽ കയറി കുത്തി പരിക്കേൽപ്പിച്ച സംഭവം ഉണ്ട് എന്ന് പറയുന്നു. ആ കേസ് ഉണ്ട് എന്ന് പോലീസ് തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാളെ എങ്ങനെ കൺട്രോൾ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലത്തെ കേസിനകത്തും അറസ്റ്റിലായിട്ടുണ്ട്. ഇനിയും ജാമ്യം നേടി പുറത്തേക്ക് വന്നാൽ ഇയാളുടെ ഒരു അവസ്ഥ, ഇയാള് ഈ കുടുംബത്തിന്, കാരണം അയാൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അയാൾക്ക് ഒരു ബോധവും ഇല്ല എന്നുള്ളത് ഈ കാര്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാകാം. ഈ കുടുംബത്തോടുള്ള പകയുണ്ട്. ഒപ്പം തന്നെ അതിന് സ്വബോധാവസ്ഥയിൽ നിന്ന് അയാളെ മാറ്റുന്ന രീതിയിലുള്ള മദ്യം, ഈ ഏതു നേരവും മദ്യപിച്ച് നടക്കുന്ന ബോധാവസ്ഥയല്ലാത്ത ഒരാളാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ അപകടാവസ്ഥ തന്നെയാണ്. എപ്പോഴും പതിയിരിക്കുന്ന ഒരു അപകടം അവരുടെ വീടിന്റെ പരിസരത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. പോലീസ് ഇതിനകത്ത് ഇനി എന്ത് ആക്ഷൻ, നിയമപരമായ പരിമിതികളൊക്കെ വെച്ചാണ് ഇവരൊക്കെ രക്ഷപ്പെട്ട് പിന്നെയും പുറത്തേക്ക് വരുന്നത്. പക്ഷെ പോലീസിന് എങ്ങനെ ഒരു സംരക്ഷണം ഒരുക്കാനാകും, എന്ത് ആക്ഷൻ എടുക്കാനാകും എന്നുള്ളതാണ് നമ്മളെ കൂടി ചിന്തിപ്പിക്കുന്നത്. കാരണം ആദ്യത്തെ പ്രശ്നത്തിൽ ഇയാൾ പുറത്തേക്ക് വന്നു. പക്ഷെ ആ പെൺകുട്ടി പറഞ്ഞത് ഒരിക്കലും താൻ ഇങ്ങനെ ഇയാൾ ചെയ്യുമെന്ന് കരുതിയില്ല എന്നുള്ളതാണ്. പലപ്പോഴും മദ്യപിച്ച് വരാറുണ്ട്, ഇയാൾ ബഹളം വെക്കാറുണ്ട്. ഇയാളെ തിരിച്ച് മറുപടി പറയുമ്പോഴോ അല്ലെങ്കിൽ അല്ലാതെ ഇയാൾ ബഹളം വെച്ചിട്ടോ ഒക്കെ ഇയാൾ തിരിച്ച് മടങ്ങി പോകാറുണ്ട്. പക്ഷേ ഒരിക്കലും ആ ഒരു രീതിയിലാണെന്ന് കരുതിയാണ് ആ യുവതി പുറത്തേക്ക് ഇറങ്ങിയത്. 18 വയസ്സായിട്ടുള്ള ആ കുട്ടിക്ക്. അപ്പോൾ പുറത്തേക്ക് അത് ഇറങ്ങിയതിന് ശേഷം പിന്നെ വന്ന് കാണുമ്പോൾ ഇയാളുടെ കയ്യിൽ ഇങ്ങനൊരു സംഭവമാണ്. അത് ആദ്യം ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നു. പെട്രോൾ ആണെന്ന് തിരിച്ചറിഞ്ഞ ഒരു ഘട്ടത്തിൽ അവൾ ആക്ഷൻ, അത്തരത്തിലൊരു പ്രതികരണം അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ സംഭവം ഒഴിവായി പോയത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ഇതൊരു വലിയ അപകടാവസ്ഥ ആ വീടിന് ചുറ്റും നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേട്ടോ. വ്യക്തമാണ്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പാലക്കാട് നെന്മാറയിലെ കൂട്ടക്കൊലപാതകവും എറണാകുളം ചേന്നമംഗലത്തെ കൂട്ടക്കൊലപാതകവും നമ്മുടെ മുന്നിലുണ്ട്. കാരണം ഈ രണ്ട് സംഭവം ഉണ്ടായത് അയൽവാസിയാണ് ഇവിടെ അക്രമിയായത്, കൊലയാളിയായത്. ഇതിൽ പലപ്പോഴും ആ സംഭവങ്ങൾക്ക് മുൻപ് ഈ അയൽവാസികളുടെ ഭാഗത്തുനിന്ന് ഈ രണ്ടിടത്തും സമാനമായ രീതിയിൽ വധഭീഷണി ഉണ്ടായിരുന്നു. പലപ്പോഴും അയൽവാസികൾക്ക് നേരെ ആക്രമണമുണ്ടായിരുന്നു. പക്ഷേ അവിടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല. ഇവിടെ ആലപ്പുഴയിൽ ഈ ജോയിക്കെതിരെ ഒരു ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ, ഇയാളെ ജയിലിലടച്ചില്ലെങ്കിൽ വീണ്ടും ആ കുടുംബത്തിൻ്റെ ജീവന് തന്നെ അത് ഭീഷണി ഉണ്ടാകാനും സാധ്യതയുണ്ട്. പത്തനംതിട്ട മല്ലപ്പള്ളി ആനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഓഫീസിൽ കയറി യുവാവിൻ്റെ നഗ്നതാ പ്രദർശനം. ആനക്കാട് സ്വദേശി അജിത് ഫ്രാൻസിസ് ആണ് ഈ കേസിൽ പിടിയിലായിരിക്കുന്നത്. പ്രസിഡന്റ് സൂസൻ ഡാനിയലിന്റെ ചേംബറിൽ അതിക്രമിച്ചു കയറിയാണ് നഗ്നതാ പ്രദർശനവും അസഭ്യ വർഷവും നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരാതിയിൽ പോലീസ് കേസ് കാര്യമുണ്ടോ? ഇവിടെ എന്നാ ചെയ്തവൻ, ഇവരെന്നാ ചെയ്ത്, ഇവിടെ പഞ്ചായത്ത് എന്നാ ചെയ്തു, ബേബി സാർ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെയൊക്കെ എന്നാക്കെ ചെയ്തു, ബേബി സാറിന് അറിയാലോ എന്നാക്കെ ചെയ്തത്. ഏത് പഞ്ചായത്ത് മെമ്പറായി പാവപ്പെട്ടവൻ എന്നാ ഒരു എന്നാലും കോപ്പി ചെയ്തു. പിന്നെ ഇവന്റെ അല്ലോ പറയേണ്ട കാര്യമുണ്ട് സാറേ, ആര് പറഞ്ഞല്ലോ? പിന്നെ ഇവൻ ഈ നടുക്ക് വണ്ടി നടത്തിട്ട് എന്നോട് ഈ ഡയലോഗ് പറയേണ്ട കാര്യമില്ല. എന്നോടാണ് പറഞ്ഞേ, നിങ്ങളങ്ങോട്ട് പറയുന്നു, നിങ്ങളങ്ങോട്ട് പറയുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ എന്നെ കൊണ്ടാണ് അതിലും എന്റെ കൂട്ടുകാരൻ. വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഇവിടെ ജനപ്രതിനിധികളായ സ്ത്രീകൾക്ക് പോലും ഈ നാട്ടിൽ ഒരു സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയാണ്. ഈ ആനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ഡാനിയലിന്റെ ഓഫീസിൽ കയറി, പഞ്ചായത്തിലെ ഓഫീസിൽ കയറിയാണ് ഈ രീതിയിൽ അതിക്രമം കാട്ടിയത്. എന്താണ് പ്രകോപന കാരണം? ടോം, തിങ്കളാഴ്ച 4 മണിയോട് കൂടിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. ആനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ഡാനിയലിന്റെ ചേംബറിനുള്ളിൽ കയറിയാണ് ഇത്തരത്തിൽ
അജിത്ത്, അതായത് അയിരൂർത്തറ മല്ലപ്പള്ളി സ്വദേശിയായ അയിരൂർത്തറ സ്വദേശി അജിത്താണ് ഈ ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയത്. മദ്യപിച്ച് എത്തുകയും ബൈക്കിലാണ് എത്തിയത്. അജിത്ത് ബൈക്കിലെത്തുന്ന ദൃശ്യങ്ങൾ കൂടിയുണ്ട്. അവിടെ എത്തിയതിനു ശേഷം മറ്റൊരു വാഹനം പാർക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊരു തർക്കമുണ്ടായി. ഒരു പഞ്ചായത്ത് മെമ്പറുടെ വാഹനം ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലിട്ടിരുന്നു. അത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കം അവിടെ ഉണ്ടായി. ആ തർക്കത്തിന്റെ പേരിലാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഓഫീസിലേക്ക് ഇയാൾ അതിക്രമിച്ചു കയറിയതിനു ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് ചീത്ത വിളിക്കുമ്പോൾ വളരെ മോശമായ രീതിയിൽ അസഭ്യ വാക്കുകൾ പറയുകയും ഒപ്പം നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്ത് ഒപ്പം തടയാൻ ശ്രമിച്ച ജീവനക്കാരെയും ഒപ്പം വനിതാ ജീവനക്കാരെ അടക്കം ഇത്തരത്തിൽ ഇദ്ദേഹം കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അസഭ്യ വാക്കുകൾ പറയും ഒപ്പം ഈ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു. ഇത് അതിനുശേഷം ഇയാളെ അനുനയിപ്പിച്ച് പറഞ്ഞുവിടാൻ ശ്രമം കൂടി ഓഫീസിലെ ജീവനക്കാർ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരെയെല്ലാം ഇയാൾ തടയുന്ന രീതിയിലാണ് ഉണ്ടായത്. എന്തായാലും വളരെ മോശമായ രീതിയിലാണ് ആ പഞ്ചായത്ത് ഓഫീസിൽ ഒരു അരമണിക്കൂറോളം ഈ അജിത്ത് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ഡാനിയൽ കീഴ്വായ്പ ഒരു പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസ് സ്ഥലത്തെത്തി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഓഫീസിൽ അതിക്രമിച്ച് കടന്ന് നഗ്നതാ പ്രദർശനം നടത്തിയതിനും ഒപ്പം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ആനിക്കാട് പഞ്ചായത്തിലാണ് ഈ തിങ്കളാഴ്ച ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. വളരെ മോശമായ രീതിയിൽ വളരെ അസഭ്യ വാക്കുകൾ പറഞ്ഞ് ജീവനക്കാരെ അധിക്ഷേപിക്കുന്ന തരത്തിലും ഈ നഗ്നതാ പ്രദർശനം ഓഫീസിന് വെളിയിൽ വെച്ചും അദ്ദേഹം അത്തരത്തിലൊരു നഗ്നതാ പ്രദർശനം നടത്തിയിട്ടുണ്ട്. നമുക്ക് പ്രവൃത്തികൾ കണ്ടപ്പോൾ ഒരു സ്വബോധത്തിലാണെന്ന് തോന്നുന്നില്ലല്ലോ ശശിനാരായണൻ. മദ്യലഹരിയിലോ മറ്റോ ആണോ, അതായത് മാനസിക വിഭ്രാന്തിയിലാണോ ഇയാൾ ഈ രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തത്? ടോം മദ്യലഹരിയിലായിരുന്നു. ബൈക്കിൽ വരുമ്പോൾ ലഹരി തന്നെയാണ് ഈ അജിത്ത് എത്തിയത്. ബൈക്കിലാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ കൂടിയുണ്ട്. ആ പഞ്ചായത്ത് ഓഫീസിൽ വന്നതിന് ശേഷം അവിടെ വാഹനം ഒരു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാഹനം മാറ്റുന്നതിനെ സംബന്ധിച്ച് മാറ്റിയിടണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടു. പക്ഷെ അവിടത്തിൽ ആ വാഹനം മാറ്റിയിടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. ബൈക്ക് വെക്കുന്നതിനോ മറ്റു കാര്യങ്ങളോ തടസ്സങ്ങളും ഇല്ല. ഒരു കാരണവുമില്ലാതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നത്. ആ തർക്കത്തിന്റെ പിന്നിലാണ് ഓഫീസിനുള്ളിലേക്ക് ഇയാൾ അതിക്രമിച്ച് കയറുന്നത്. വനിതാ പ്രസിഡന്റാണ് സൂസൻ ഡാനിയൽ ഓഫീസിൽ ആ സമയത്തുണ്ടായിരുന്നു. അവരുമായി വാക്കേറ്റം ഉണ്ടാകുകയും തുടർന്ന് ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു. വനിതാ ജീവനക്കാരും ആ സമയം ഓഫീസിലുണ്ടായിരുന്നു. മറ്റ് സഹപ്രവർത്തക ജീവനക്കാർ ഇയാളെ തടയാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും കേൾക്കാതെയാണ് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ അസഭ്യ വാക്കുകൾ പറഞ്ഞ് ഈ ഓഫീസിനുള്ളിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ഈ ജീവനക്കാരെ ഈ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്, കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ടോം, ഇതിനു മുൻപ് ഇത്ര ഏതെങ്കിലും കേസുകളിൽ ഇയാൾ പ്രതിയായിട്ടുള്ളതാണോ? ഇങ്ങനെ കാരണം ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ, ഒരു സ്ത്രീ ആയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇങ്ങനെ അസഭ്യവർഷം നടത്തുന്നു, നഗ്നതാ പ്രദർശനം നടത്തുന്നു. ഇതിനു മുൻപ് ഇയാൾക്കെതിരെ ഏതെങ്കിലും പരാതികളോ കേസോ ഉണ്ടോ? ഇതുവരെ ലഭിച്ചിട്ടുള്ളതാണ് പോലീസ് നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷെ മദ്യപിക്കുന്ന ആളാണ്. മറ്റു രീതിയിലുള്ള വലിയ രീതിയിലുള്ള കുറ്റങ്ങളോ പരാതികളോ ഇയാളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് അറിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്നലെ ഈ മദ്യപിച്ച് ഉണ്ടായ ഒരു പ്രകോപനം, ഒരു കാരണവുമില്ലാതെ ഈ വാഹനം മാറ്റിയിടുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കിടന്ന വാഹനം മാറ്റിയിടുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ചില തർക്കങ്ങളുണ്ടായി. അതിനുശേഷമാണ് ഈ പഞ്ചായത്ത് ഓഫീസിൽ കയറിയതിനു ശേഷം ഇദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റുമായി വാക്കേറ്റം ഉണ്ടായി. തുടർന്ന് ഈ നഗ്നതാ പ്രദർശനം നടത്തിയെന്നാണ് നമുക്ക് അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ മോശമായ സ്ത്രീകൾ ജീവനക്കാരായുള്ള ഓഫീസാണ്. കുറച്ച് പുരുഷന്മാരും ഉണ്ടായിരുന്നു. അവരെല്ലാം ഇയാളെ ഈ തർക്കത്തിനിടയിൽ അനുനയിപ്പിച്ച് പറഞ്ഞുവിടാനുള്ള ശ്രമം ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ വീണ്ടും അവിടെ നിലയുറപ്പിച്ചാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ഒരു അസഭ്യ വാക്കുകൾ പറഞ്ഞ് അവരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, ആക്രമിക്കുന്ന തരത്തിലൊക്കെ വളരെ ഈ മദ്യത്തിന്റെ ലഹരിയിൽ ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത് തീർച്ചയായും പഞ്ചായത്ത് പ്രസിഡന്റ് ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിൽ കയറിയാണ് ഈ രീതിയിൽ യുവാവ് അതിക്രമം കാട്ടിയത്. കൊച്ചി ഇടപ്പള്ളിയിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ സംഘർഷം. തൃശ്ശൂരിലെ ഗുണ്ടാ നേതാവ് ഹരീഷും സംഘവും ചേർന്നാണ് മറ്റൊരു ഗുണ്ടാ നേതാവായ രാജേഷുമായി ഏറ്റുമുട്ടിയത്. കൊലപാതകമടക്കം 60ഓളം കേസിൽ പ്രതിയാണ് ഹരീഷ്. രാജേഷ് പിടിച്ചുപറിയടക്കം 40ഓളം കേസിലെ പ്രതി. സംഭവത്തിൽ എളമക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് കൊച്ചി നഗരത്തിൽ ഈ രീതിയിൽ ഗുണ്ടാ സംഘങ്ങൾ ചേരിതിരിഞ്ഞുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. ഈ രണ്ടുപേരും നിരവധി കേസുകളിലെ പ്രതിയാണ്. നമുക്കറിയാം ഇവിടെ
ഈ ഗുണ്ടകളെയൊക്കെ അടിച്ചമർത്താൻ പോലീസ് പല നടപടിയും സ്വീകരിക്കുന്നുണ്ട്, കാപ്പ ചുമത്തി ജയിലിലിടുന്നുണ്ട്. ഇത്രയധികം കേസുകൾ പ്രതിയായിട്ടും എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ അഴിഞ്ഞാടാൻ അനുവദിക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിച്ചത്? നവമി, ഇവർ തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗുണ്ടകളാണ്. കഴിഞ്ഞ ദിവസം ഇവർ പള്ളിയിൽ വരികയും ഇടപ്പള്ളി പള്ളിയുടെ സമീപ പ്രദേശങ്ങളിൽ വന്നാണ് ഈ ഒരു തർക്കം തുടങ്ങിയത്. മുൻ വൈരാഗ്യമാണ് ഈ ഒരു അടിക്കും ഈ മർദ്ദനത്തിനുമൊക്കെ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. പുലി എന്ന് വിളിക്കുന്ന വ്യക്തി, പുലി എന്നാണ് ഈ ഹരീഷിനെ വിളിക്കുന്നത്. ഹരീഷും ഈ പരാതിക്കാരനായിട്ടുള്ള രാകേഷിനെ പള്ളിയുടെ മുൻവശത്ത് വെച്ച് ഹരീഷിന്റെ മകൻ അച്ചുവും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. അതിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. കുത്തണ്ട എന്നൊക്കെ പറയുന്നത് ആ വീഡിയോ സന്ദേശത്തിൽ കാണാൻ കഴിയും. പിന്നീട് ഈ പരാതിക്കാരൻ പറയുന്നത് പ്രകാരം തന്റെ കയ്യിലും കാലിലും ഒക്കെ ഗുരുതരമായി പരിക്കേൽക്കുകയും മസിലൊക്കെ അടിക്കുകയും ചെയ്തു. അപ്പം അച്ചു കയ്യിൽ കരുതിയിരുന്ന, അതായത് ഈ ഹരീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ കയ്യിൽ കരുതിയിരുന്ന പേന കത്തി ഉപയോഗിച്ച് ചെവിയുടെ ബാക്ക് സൈഡിൽ കുത്തുകയും ചെയ്തു. തലനാരിഴയ്ക്കാണ് താൻ രക്ഷപ്പെട്ടത്. പെട്ടെന്ന് ഓടിയത് കൊണ്ടാണ് മരണം വരെ സംഭവിക്കുന്ന തരത്തിലുള്ള ആക്രമണമായിരുന്നു ഈ ഗുണ്ടകളിൽ നിന്നുണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ ഈ ഹരീഷ് എന്ന് പറയുന്ന ആ ഗുണ്ട 40ഓളം കേസിലെ 60ഓളം കേസിലെ പ്രതിയാണ്. അത് കൊലപാതകമടക്കം ഇയാളുടെ പേരിലുണ്ട്. ഈ രാജേഷ് 40ഓളം കേസിലെ പ്രതിയുമാണ്. ഹരീഷിനെ കഴിഞ്ഞ ദിവസം തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട്. അങ്ങനെ അയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. എന്തായാലും ഇയാൾ പുറത്തിറങ്ങിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് എളവക്കര പോലീസിന്റെ തീരുമാനം. യെസ്, നവമിങ്ങനെ ഇവർ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാ സംഘങ്ങളാണ്. അവർ കൊച്ചിയിലെത്തിയത് ഇങ്ങനെ ഗുണ്ടാ പകയുടെ ഭാഗമായി ഈ രാജേഷിനെ വകവരുത്തുക അല്ലെങ്കിൽ രാജേഷിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു. അതിൽ നമുക്ക് വ്യക്തത കൈവന്നിട്ടില്ല. പോലീസ് അത്തരം വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. രണ്ടുപേരും ഗുണ്ടകളാണ്, മുൻ വൈരാഗ്യമാണ് ഇവരുടെ ആക്രമണത്തിന് പിന്നിൽ എന്ന് മാത്രമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവരെന്തിനാണ് കൊച്ചിയിൽ എത്തിയതെന്ന് ഇപ്പോഴും അറിയില്ല. ഈ ഹരീഷ് ജയിലിലാണ്, ഇപ്പോൾ റിമാൻഡിലാണ് മറ്റൊരു കേസിൽ. രാകേഷ് ആശുപത്രിയിലാണ്, പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലാണ്. ഇയാളുടെ മൊഴിയടക്കം വിശദമായി രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അന്വേഷണ സംഘം പറയുന്നത് പ്രകാരം ഈ രണ്ടുപേരും രണ്ട് ഗുണ്ടാ സംഘങ്ങളിലെ അംഗങ്ങളാണ്. ഇവർ തമ്മിൽ ഇത്തരത്തിലുള്ള ആക്രമണമൊക്കെ പതിവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേകിച്ച് കാരണം എന്താണ്, ഇവർക്കിടയിൽ പല പകകളും ഉണ്ടാകും, കുടിപ്പകകളും ഉണ്ടാകാം, മുൻ വൈരാഗ്യം ഉണ്ടാകാം. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഈ പള്ളിയുടെ സമീപത്ത് വെച്ച് നടന്ന ആക്രമണം എന്ന് മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ. ഇതിൽ ഹരീഷിന്റെ മകൻ അച്ചുവും ഗുണ്ടയാണ്. അയാളും ഈ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ചേർന്നാണ് രാകേഷിനെ മർദ്ദിച്ചത്, അതിക്രൂരമായി മർദ്ദിച്ചു. കയ്യിൽ കരുതിയിരുന്ന പേനാക്കത്തി ഉപയോഗിച്ച് കുത്തുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് മരണം വരെ സംഭവിക്കാവുന്ന ആക്രമണം തന്നെയായിരുന്നു. പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടത് കൊണ്ടാണ് മരണം സംഭവിക്കാതിരുന്നത്. ഗുരുതരമായി തന്നെയാണ് രാകേഷിന് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നോക്കിയത്. ഇവിടെ സാധാരണ ഒരു 3 കേസൊക്കെ ഉണ്ടെങ്കിൽ പോലീസ് കാപ്പ ചുമത്തി ജയിലിലടയ്ക്കും. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഹരീഷിനെയും മകനെ ഇത്രയധികം കേസുകൾ പ്രതികളായിട്ട് പോലും, കൊലപാതക കേസുകൾ നിരവധി കേസുകൾ പ്രതികളായിട്ടും പോലീസ് ആ രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കാത്തതെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്ന നമസ്കാരം.